നേഴ്സിങ്ങിനെ പറ്റിയുള്ള 2 വീഡിയോകളിൽ ആദ്യത്തേതാണിത്. ഈയിടയ്ക്ക് ഞങ്ങൾ CMS കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾ യോഗം ചേരുകയുണ്ടായത് 1971-74 ബാച്ച് ഹിസ്റ്ററി. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് രവീന്ദ്രൻ പറഞ്ഞത് ഹിസ്റ്ററി പഠിപ്പിച്ചോ എന്നുള്ളത് ഒരു മഹാപാതകമാണ്. അത് അങ്ങനെ ഒരു കോളേജിൽ അങ്ങനെ ഒരു കോഴ്സ് പഠിപ്പിക്കേണ്ടി വരിക, അത് വലിയൊരു തെറ്റായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങൾ പാലാ കോളേജിൽ പോയി MA പഠിച്ചു. MAക്ക് രവീന്ദ്രനും ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും അവിടെ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അപ്പോൾ അതും അങ്ങനെ തന്നെ, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇത് തന്നെ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. പക്ഷേ ഇത് പഠിക്കാതെ നിവൃത്തിയില്ല. അന്നത്തെ കാലമാണ്, ഇന്നത്തെ കാലമല്ല. പഠിക്കാതെ നിവൃത്തിയില്ല. കാരണം പഠിച്ചാലേ നമുക്ക് ഡിഗ്രി കിട്ടൂ. ആ ഡിഗ്രി ഉണ്ടെങ്കിൽ, ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി അതുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് ഏതെങ്കിലും എളുപ്പത്തിൽ പാസ്സാകുന്ന ഒരു ഡിഗ്രി, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഇതൊക്കെ എടുക്കുക എന്നുള്ളത് അന്ന് മറ്റ് പല പ്രശ്നങ്ങളുള്ള ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരൊക്കെ അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. LLB ഒക്കെ എടുക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു, എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഡിഗ്രി. കാരണം അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നേഴ്സുമാർ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നേഴ്സുമാരുടെ സമരം നടക്കുന്നുണ്ട്. അതേപ്പറ്റി സമരമല്ല, അതിനെപ്പറ്റി ഇന്നലെ ഒരു ഗംഭീരം യോഗം നടക്കുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വഴിയേ പറയാം. അപ്പോൾ അതിൽ ഈ നേഴ്സിംഗ് പഠിച്ചാൽ അവർ നേഴ്സുമാരായി തന്നെ തുടരണം എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ ഒരു ചിന്താഗതി കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു. നേഴ്സുമാരായിട്ട് പഠിച്ചവർ, നേഴ്സിംഗ് പഠിച്ചവർ, അതൊരു നല്ലൊരു ബിരുദമാണ്. ഇവിടെ ഒരു BSc നേഴ്സിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഫിലോസഫി വരെ പഠിക്കേണ്ടി വരും. എന്നിട്ടാണ് അവർക്ക് ആ നേഴ്സിംഗ് ബിരുദം കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് നമ്മുടെ നാട്ടിലുള്ളവർ ഓൺ ദ സൈറ്റ് പരിശീലനമാണ് കിട്ടുന്നത്. അവർ രോഗിയെ കുത്തിയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അങ്ങനെയാണ് അവർ പഠിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ നമുക്കറിയാം, മാനേക്വിൻ അതിനെ കുത്തിയാണ് പലപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം, അവർ ആ ആശുപത്രിയിൽ നാനാതരം രോഗികളുമായിട്ട് ഇടപെട്ട് അതാണ് പഠിക്കുന്നത്. അപ്പോൾ എത്രയോ ഉയർന്ന രീതിയിലാണ് അവർ പഠിക്കുന്നത്. എത്രയോ വലിയ അറിവാണ് അവർ നേടുന്നത്. ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവ്. ഇവിടെ തിയറിക്ക് കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷേ അവിടെ പ്രാക്ടിക്കൽ അത്രയധികമുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പഠിച്ച് വന്നിട്ട് വന്നു കഴിഞ്ഞാൽ അവർ നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യണം എന്നൊരു ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഓർക്കുക, ഇപ്പം മനോരമയിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ട് എത്രയോ പേര് എഞ്ചിനീയർമാരുണ്ടായിരുന്നു. അതുപോലുള്ള ചിലർ അച്ഛനാകാൻ പോയവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല ആളുകൾ, പലതരം വിദ്യാഭ്യാസമുള്ളവർ, ഒരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷേ ഒരു നേഴ്സിനെ കണ്ടില്ല. ഇനി ചെല്ലുമ്പോൾ മാനേജ്മെൻറ്റിനോടൊന്ന് പറയണം, തീർച്ചയായിട്ടും ഒരു നേഴ്സിനെ എടുക്കണം. നേഴ്സിംഗ് രംഗത്ത് പഠിച്ച, എഴുതാൻ താല്പര്യമുള്ള എത്രയോ പേരുണ്ട്. എഴുതാൻ അറിയാവുന്നവരും എഴുതാൻ താല്പര്യമുള്ളവരും. അവർക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പത്രാധിപരാകാൻ അവർക്കാവില്ലേ? അപ്പോൾ അവർ ആ നേഴ്സിംഗ് മാത്രമേ ചെയ്യൂ എന്ന ഒരു പിടിവാശി, അതൊന്ന് അവസാനിപ്പിക്കേണ്ട ഒരു കാലം കഴിഞ്ഞു. BSc നേഴ്സിംഗ് കഴിഞ്ഞു. MAക്ക് വേറൊരു വിഷയം പഠിക്കാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാം, അല്ലെങ്കിൽ അതുപോലെ പഠിക്കാം. അതുകൂടെ പഠിച്ചിട്ട് ഒരു കോളേജ് ലെക്ചറാകാം, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, വേറെ എവിടെയെങ്കിലും സ്കൂൾ അധ്യാപകരാകാം. അല്ലാതെ ഈ നേഴ്സിംഗ് തന്നെ ഞങ്ങൾ അതേ ചെയ്യൂ എന്നുള്ള ആ ഒരു പിടിവാശി, അതൊന്നും മാറ്റേണ്ട ഒരു കാലം കഴിഞ്ഞു. ഇതിപ്പം ഈ മറുനാടൻ ഈയിടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഈ അട്ടിമറിക്കാർ അവർ വേറെ ഏതെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ ഞങ്ങൾ എന്നും അട്ടിമറിയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കാവോ? വേറൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിക്കണ്ടേ? അതുപോലെ തന്നെ ടാക്സിക്കാർ, ഞങ്ങൾ ടാക്സി ഓടിച്ചേ അടങ്ങുള്ളൂ, അത് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഊബറും മറ്റൊക്കെ വന്നു. അതനുസരിച്ച് കാലാനുസൃതമായിട്ട് മാറാനായിട്ട് നോക്കണ്ടേ? അപ്പോൾ നേഴ്സിംഗ് സമൂഹവും ഇതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഡിഗ്രിയാണ്, നല്ലൊരു ഡിഗ്രി. ആ ഡിഗ്രിക്ക് ശേഷം അതുപയോഗിച്ച് ബിസിനസ് തുടങ്ങാം. നേഴ്സിംഗ് ബിസിനസ് അല്ല, നേഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അത് വേണ്ട ഒരു ബേസിക് ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് ഏത് ജോലിയും ചെയ്യാം, ഏത് ജോലിയും തുടങ്ങാം, ഏത് ജോലിയിലും ചേരാം, സർക്കാർ സർവീസിൽ ചേരാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ആ രീതിയിലേക്കൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു കാലത്ത് നേഴ്സുമാർക്ക് ക്ഷാമമുണ്ടായിരുന്നു ഇന്ത്യയിൽ, ധാരാളം പേര്. കാരണം അന്ന് നേഴ്സിങ്ങിനൊരു മാനക്കേടുണ്ടായിരുന്നു. ഈ താണ കുടുംബത്തിൽ നിന്നും, അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നൊക്കെ മാത്രമേ ആളുകൾ അന്ന് നേഴ്സിങ്ങിന് പോവുകയുള്ളായിരുന്നു. അതൊരു മോശപ്പെട്ട കാര്യം. കാരണം ഇവർ ഈ ഉത്തരേന്ത്യയിലേക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ ട്രാവൽ ചെയ്ത് ഹോസ്റ്റലിലുമൊക്കെ താമസിച്ച് ആണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ അവർ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളവരായിരിക്കും. അവരെല്ലാം അഴിഞ്ഞാടാൻ പോകുകയാണെന്നുള്ളൊരു ചിന്താഗതി അന്ന് കേരളത്തിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ വിദേശത്ത് പോകണമെങ്കിൽ നേഴ്സിംഗ് പഠിച്ചാലല്ലാതെ വേറെ ഏതാണ് ഒരു മാർഗ്ഗമുള്ളത് വിദേശത്ത് പോകാനായിട്ട്? അങ്ങനെ ധാരാളം പേര്, സമ്പന്നരായിട്ടുള്ള ആളുകളും നല്ല വിദ്യാഭ്യാസമുള്ളവരും ധാരാളം പേര് നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത് പോകാനുള്ളൊരു ചാൻസിന് വേണ്ടി. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു കാര്യം.
അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിൻ്റെ സമയമായി നേഴ്സുമാർ. ഇപ്പം നമുക്കറിയാം സിജു വിൽസൺ എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹം നേഴ്സിംഗാണ് പഠിച്ചത്. വല്ല കുഴപ്പമുണ്ടോ? അദ്ദേഹം നേഴ്സിംഗ് പഠിച്ചുകൊണ്ട് അദ്ദേഹം നടനല്ലാതാകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ പിന്നെ നടനെന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? അപ്പോൾ നമ്മൾ എന്തു പഠിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങൾ ഹിസ്റ്ററിയും പൊളിറ്റിക്സും ഒക്കെ പഠിച്ച പോലെ ഞങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത്. അത് കിട്ടുകയും ചെയ്തു. അപ്പം നേഴ്സിംഗ് അതിനേക്കാൾ പിന്നെ ഉയർന്ന ഒരു ഡിഗ്രിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓൺ സൈറ്റിൽ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന, രോഗികളുമായിട്ട് ഇടപെടുന്ന, രോഗങ്ങളുമായിട്ട് മനസ്സിലാക്കുന്ന എത്രയോ അറിവുള്ള ഒരു കാര്യമാണ് അവർ പഠിക്കുന്നത്. പക്ഷെ അതിനർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടുന്നില്ല. അംഗീകാരം കിട്ടാത്തതിൻ്റെ കാര്യം സപ്ലൈ കൂടുതൽ, ഡിമാൻഡ് കുറവ്. അപ്പോൾ സപ്ലൈ കൂടുന്നു. അപ്പം ധാരാളം പേരുണ്ട്. ഇപ്പം കുറേ നേഴ്സുമാർ പിന്നെ ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് പണി കൊടുക്കുക, അല്ല ഞങ്ങൾ നാളെ തൊട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് പൊയ്ക്കോ എന്ന് പറയും. അവർക്ക് പുതിയ നേഴ്സുമാരെ വെക്കാം, അതിൻ്റെ പകുതി ശമ്പളം കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഇന്ത്യയിലെ സ്ഥിതി. കാരണം ധാരാളം പേരെ കിട്ടാറുണ്ട്. പല നേഴ്സുമാരും പഠിത്തം കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസ് കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആശുപത്രികളെല്ലാം പുറകെ നടക്കും, എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, ശമ്പളമൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ. അപ്പോൾ അത് മുതലാളിമാർ മുതലാക്കുന്നു. അതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനൊരു മാറ്റം പറഞ്ഞു. നേഴ്സുമാർ നേഴ്സിംഗ് പഠിച്ചു എന്നതുകൊണ്ട് നേഴ്സ് തന്നെയായിട്ട് തന്നെ ജോലി ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അതൊരു ബേസിക് ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പഠിക്കാം, വേറെ ഏതെങ്കിലും ജോലിയിലേക്ക് പോകാം, വേറെ ബിസിനസ് തുടങ്ങാം, ഇങ്ങനെയുള്ള നാനാതരം കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലൊരു മാറ്റം അത്യാവശ്യമാണ്. നേഴ്സുമാർ നേഴ്സായിട്ട് തന്നെ ഇരിക്കുള്ളൂ എന്നുള്ള ആ ചിന്താഗതി ഒന്ന് മാറേണ്ടത് അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്നു. അതൊരു ഡിഗ്രിയാണ്. മറ്റേതൊരു ഡിഗ്രി പോലെ, ഒരു BSc ഡിഗ്രി പോലെ, എഞ്ചിനീയറിംഗ് ഡിഗ്രി പോലെ, അല്ലെങ്കിൽ മെഡിസിൻ പോട്ടെന്ന് വെക്കാം, അങ്ങനത്തെ ഒരു ഡിഗ്രിയാണ്. അതുപോലെ തന്നെയാണ് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെ നേഴ്സ് പ്രാക്ടീഷണറുണ്ട്, ഫിസിഷ്യൻ അസിസ്റ്റൻ്റുണ്ട്. അവരൊക്കെ ഡോക്ടറുടെ ജോലി തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരെന്താ, അവർ വലിയ ദിവ്യന്മാർ, അവർ നേഴ്സുമാരെയൊക്കെ വളരെ പുച്ഛം. ഡോക്ടർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്കും അറിയാം, ഏകദേശമൊക്കെ തന്നെ. അത്രയും പഠിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അവരെ പുച്ഛത്തിൽ അകറ്റി നിർത്തുക, ആ ഒരു സമൂഹം വേറൊരു സമൂഹത്തെ കൊച്ചാക്കി കാണിക്കുക. അതിന് നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാരുടെ ആ സമൂഹം അക്കാര്യത്തിൽ വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. നേഴ്സുമാരോടൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ അനീതിയാണ് ചെയ്തിരിക്കുന്നത്. നേരെമറിച്ച് ഇവിടെ ഇപ്പം നേഴ്സ് പ്രാക്ടീഷണറാകുന്നു. അവർ ഡോക്ടർമാർ ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് അവരും ചികിത്സിക്കുന്നത്. ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് വേറെ ഒരു പഠനമാണ്, എങ്കിൽ പോലും അവരും ചികിത്സയും മരുന്നെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഉയർന്നു പോകാനുള്ള ചാൻസുകൾ ഇവിടെ വരുന്നു. ഇവർ കണ്ടിട്ട് വേണം ഡോക്ടറെ എടുത്ത് ചെല്ലാനായിട്ട്. ഇപ്പം ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBS ഡോക്ടറും ഒരു നേഴ്സ് പ്രാക്ടീഷണറും അല്ലെ PA ഫിസിഷ്യൻ അസിസ്റ്റൻറ്റും ഇവരൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യം ഇവരൊക്കെ ചെയ്തിട്ട് വേണം വല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ കടലാസം കൊണ്ട് ചെന്നാൽ മതി. ഇതെല്ലാം കഴിഞ്ഞു, BP നോക്കി, അത് നോക്കി, ഇത് നോക്കി, എല്ലാ കാര്യങ്ങളെല്ലാം ഇത് മനസ്സിലാക്കി എഴുതി കുത്തിയിട്ട് അവർ ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയാ ഇന്ന കാര്യങ്ങളാണ്, അവസാനമായിട്ടൊരു മരുന്ന് കുറിക്കുന്ന ഒരു ജോലി. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും. ഈ മന്ത്രിയൊക്കെ ഈ സദാസമയം വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ അവർക്ക് എവിടെ സമയം കിട്ടുന്നു? അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റങ്ങൾക്ക് നേഴ്സിംഗ് സമൂഹവും തയ്യാറായിരിക്കണം, അവരും റെഡിയായിരിക്കണം. ഞാൻ നേഴ്സിംഗാണ് പഠിച്ചത്, അഭിമാനപൂർവ്വം പറയണം, ഞാൻ നേഴ്സിംഗാണ് പഠിച്ചത്. പക്ഷേ അതുകൊണ്ട് ഞാൻ നേഴ്സായിട്ട് തുടരാനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഈ എൻ്റെ ഒരു മോള് നേഴ്സിംഗാണ് പഠിച്ചത്. അപ്പോൾ വിവാഹാലോചന ഒരു പരസ്യം ഇട്ടിരുന്നു. അപ്പോൾ ഒരു തെണ്ടി, കേരളത്തിൽ നിന്നൊരു തെണ്ടി, ഈ വാക്ക് ഞാൻ സാറിന് ഉപയോഗിക്കുന്നതല്ല, പക്ഷേ ഒരു തെണ്ടി എഴുതിയിരിക്കുകയാണ്, എനിക്ക് നേഴ്സിനെ വേണ്ട, അവനെന്താ ഇവിടെ എന്നാ നേഴ്സ് തന്നെ അഴിഞ്ഞാടി നടക്കുകയാണോ അവന്? അപ്പം അവർക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താ, നേഴ്സിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഈ പരത്തണ്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അവരെ അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടതും. അപ്പോൾ നേഴ്സ് ആയതുകൊണ്ടോ നേഴ്സിംഗ് പഠിച്ചതുകൊണ്ടോ ഒരു കുഴപ്പവുമില്ല. അവർ വൈവിധ്യമാർന്ന ജോലികളിലേക്ക് മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്.